ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാലക്കാട്. സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ടു ബി ഫ്രാങ്ക്, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ബഡ്ജറ്റ് പെർഫോം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണോ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ടു ബി ഫ്രാങ്ക്, മാർക്കറ്റ് ഒരു ബേസ് ആസ് ഓഫ് നൗ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് 23,200 ആ ഒരു റേഞ്ച് വരെ എത്താനായിട്ടും 150 ആ ഒരു റേഞ്ചിൽ വന്നിട്ട് ക്ലോസ് തരാനായിട്ടും ആൻഡ് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 49,000 മുകളിലായിട്ട് ക്ലോസ് തരാനായിട്ടും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ മാർക്കറ്റ് ചെറിയൊരു ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ പ്രൈസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. ക്ലിയർ ആയിട്ട് നമുക്കൊരു നിഫ്റ്റി ബാങ്കിൽ ആസ് കമ്പയർ ടു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാനുള്ള കാരണം ഇന്നലത്തെ ഫോള് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കംപ്ലീറ്റ് ഫോൾ ആയിട്ടുണ്ടെങ്കിൽ പോലും റിക്കവർ ആയത് കംപ്ലീറ്റ് ഫോൾ ആയിട്ടുണ്ടെങ്കിൽ പോലും നിഫ്റ്റി ബാങ്ക് അപ്പോഴും സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ആൻഡ് ഇന്നും അതുപോലെ തന്നെയാണ് നിഫ്റ്റി ബാങ്കിൽ ചെറിയൊരു സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് 49,000 പ്രോപ്പറായിട്ട് മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ബേസ് ആയിട്ട് നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ ബഡ്ജറ്റ് വരെ എങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ RBIയുടെ ഒരു 6,000 ക്രോസിൻ്റെ ന്യൂസ് 60,000 ക്രോസിൻ്റെ 60,000 കോടി രൂപയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാരുതിയുടെ ന്യൂസാണ്, മാരുതിയുടെ റിസൾട്ടാണ്. അത് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ വെഹിക്കിൾ സെക്ടറിൽ ഓൾമോസ്റ്റ് എല്ലാ വാഹന കമ്പനികളുടെയും കയ്യിൽ സ്റ്റോക്ക് ഒരുപാട് ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. അത്ര ഭയങ്കര സെല്ലൊന്നും നടക്കുന്നില്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവുന്നത്? കാരണങ്ങൾ പലതായിരിക്കാം. റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും അങ്ങോട്ട് തമ്മിൽ സിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ് കാര്യം. ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ മുകളിലേക്കുള്ള മൊമെൻറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആസ് പെർ പ്രീമിയം വൈസ് മാർക്കറ്റിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു പ്രീമിയം ഷൂട്ടപ്പ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. താഴത്തേക്ക് വരുന്നത്, അതായത് നല്ല ഒരു ഫോൾ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു, ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെയും ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഒരു വെഡ്ജ് ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് റെസൻസ് പോയിന്റ് നമുക്കൊരു ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെഡ്ജ് കൺഫേം ആവുന്നതിന് മുമ്പ് ആസ് കമ്പയർ ടു നിഫ്റ്റി ബാങ്ക് ഒരു പ്രോപ്പർ വെഡ്ജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റി ബാങ്കിനെ ചൂസ് ചെയ്തത്. ബട്ട് അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ അവിടുന്ന് താഴത്തേക്ക് വീഴുകയുണ്ടായി. ഞാൻ ക്ലാസ്സിലിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് എൻഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ ആളുകൾ അത് ക്യാപ്ചർ ചെയ്യാനുള്ള റീസൺ ഇൻക്ലൂഡിങ് മീ, ഞാനും അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് റെസൻസ് പോയിന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ട്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ലൈവ് ട്രേഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയ ലോസ് ആവുന്നുള്ളൂ. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വിറ്റി ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈയിങ് ലെവൽ മുകളിലേക്കായിരുന്നു. അവിടെ ബൈ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചൊരു പ്രോപ്പർ റേഞ്ച് ആയിരുന്നു. അതായത് പ്രീമിയം ഡിക്ക് അല്ലെങ്കിൽ സ്ലോ മൊമെൻറ്റം മാത്രം ഉണ്ടാകുന്ന റേഞ്ച് ആയിരുന്നു. അവിടെ അത്ര അഗ്രസീവായിട്ടുള്ള ബൈ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു ട്രേഡിംഗ് മെത്തേഡ് അല്ല ഫോർ മീ. പ്രീമിയം വൈസ് നോക്കിയിട്ടില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പ്രീമിയം 180 ആ ഒരു റേഞ്ചിൽ നിന്ന് 170 160 ആ റേഞ്ചിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല മൂവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇനീഷ്യൽ മൊമെൻറ്റം ആ ഒരു മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വന്നത് ഹൈ ആയത് കാരണം എനിക്ക് അവിടെ ഒരു പ്രോപ്പർ SL എനിക്ക് അവിടെ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തത് ആൻഡ് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോയി. അതിനിടയിൽ താഴത്തേക്ക് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ആയി. SL വെച്ചിട്ടുള്ളവന്മാർക്കൊക്കെ ഹിറ്റാക്കി എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് ശ്രമിച്ചു. എഗെയിൻ വീണ്ടും മാർക്കറ്റ് ആ ഒരു ചെറിയൊരു വോളറ്റൈലിറ്റി അല്ലെങ്കിൽ സൈഡ് വേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത്. നാളെ നമ്മളുടെ എക്സ്പയറി കൂടിയാണ്. സോ നാളെ എക്സ്പയറിയിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ചെറിയൊരു റേഞ്ച് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഏകദേശം 2300 ആൻഡ് അതുപോലെ തന്നെ ഓൺ ദ അപ്പോ സൈഡ് നോക്കുകയാണെങ്കിൽ 23,200 എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും നാളത്തേക്ക്, ഇഫ് മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. സോ നാളത്തെ എക്സ്പയറി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻ്റെ വ്യൂ ഉള്ളത് സാറ്റർഡേ നമുക്ക് മാർക്കറ്റുള്ളത് ഇതിൻ്റെ കാരണം കൊണ്ടാണ്, ബഡ്ജറ്റ് ആയത് കൊണ്ടാണ്. ആൻഡ് ആ ഒരു ദിവസം വരെ മാർക്കറ്റിന് എന്തായാലും 23,000 മുകളിലായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടൊരു ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ അതാണ് എൻ്റെ ആസ് ഓഫ് നോ എൻ്റെ ചാർട്ടിലുള്ള വ്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് നമ്മളുടെ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്, ഡിസ്കഷന് കാര്യങ്ങൾ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്.
ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ റേഞ്ചിൻ്റെ തൊട്ട് മുകളിലേക്ക് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ഇന്നത്തെ നമ്മുടെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലാണ്. ആൻഡ് താഴത്തേക്കുള്ള ലോവർ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലാണ്. ആ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ആൻഡ് ഇത് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക്, അതായത് കേട്ടിരിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ലോജിക്ക്, എന്തുകൊണ്ടാണ് ഞാനിവിടെ ഒരു ലൈവ് മാർക്കറ്റിൽ ഈ ഒരു ലെവലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ലെവൽസ് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ മുകളിലേക്കുള്ള മൊമെൻറ്റം വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ലോജിക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ക്യാൻഡിൽ വന്നതോടുകൂടി എൻ്റെ SLൻ്റെ കണ്ടീഷൻ അവിടെ മാറുകയാണ്. കാരണം എനിക്കൊരു പ്രോപ്പർ SL വരുന്നൊരു കണ്ടീഷൻ ആവുന്നില്ല അവിടെ, എൻ്റെ പ്രോപ്പർ SL ആവുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ട്രേഡിനെ സ്കിപ്പ് ചെയ്തത്. ബട്ട് അവിടുന്ന് ചെറുതായിട്ടൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റി. ആൻഡ് അഗെയിൻ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ ട്രേഡ് എടുത്തിട്ട് പ്രീമിയത്തിൽ ഇവിടെ ഞാൻ SL കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1:2 കിട്ടാനുള്ള സ്പേസ് എനിക്കില്ല എന്നുള്ളത്. ആ 1:2 മാർക്കറ്റ് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ ആണെങ്കിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡിൽ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്, എവിടെയാണ് എൻ്റെ പ്രോപ്പർ SL ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇവിടുന്ന് എത്ര റിസ്ക് റിവാർഡിനെയാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇന്ന് ക്ലാസ്സിൽ ഇരുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആദ്യം നമുക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാകണം. നമ്മൾ എടുക്കുന്ന ട്രേഡിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതില്ലാത്തടത്തോളം സമയം നമ്മൾ ആ ഒരു ട്രേഡിനെ പഞ്ച് ചെയ്യുന്ന പരിപാടിയില്ല. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവിടെ അഗ്രസീവ് ആവാനായിട്ടുള്ള യാതൊരു പരിപാടിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അപ്ഡേഷനിലടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അഗ്രസീവ് ആവരുത് എന്നുള്ളത്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിലായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഒരു വെജ് ഫോർമേഷൻ ഉണ്ടായി പോകുന്നുണ്ടായിരുന്നു ഈ ഒരു പോയിന്റിൽ നിന്ന്. ആൻഡ് ഇത് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിനെ ക്വിക്കായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്തേനെ. കാരണം മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ലെവലാണ്. നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം മുതലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബട്ട് അതിന് മുമ്പായി പോയി ഈ ഒരു ബ്രേക്കൗട്ട്. ബട്ട് ആ ഒരു സമയത്ത് ഞാൻ SL വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള SL ഞാൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡിനെ ഞാൻ സ്കിപ്പ് ചെയ്ത് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്തതുകൊണ്ടാണ്. ബട്ട് ഇൻഫാക്ട് ഇന്നത്തെ ഒരു ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതും ഈ ഒരു പോയിന്റിൽ തന്നെയാണ്. മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു ഡ്രോപ്പിന് ശേഷം ഷാർപ്പായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു ലെവലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് തന്നെയാണ്. മാർക്കറ്റിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് ഓഫ് നോ നമുക്കത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. സോ നാളത്തേക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലാണ് 48,950 എന്നുള്ള ലെവലിനാണ് ഞാൻ ഓൺ ദ ലോവർ സൈഡ് എടുക്കാൻ പോകുന്നത്. 48,950 ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിനെയാണ് 49,230 എന്നുള്ള ലെവലിനെ കൂടിയാണ്. സോ ഈ രണ്ട് ലെവലിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ 48,800 എന്നുള്ള ലെവലായിരിക്കും. 48,800 താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 600 എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും. 600 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് 400 എന്നുള്ള ലെവലിലേക്കും ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. 200 എന്നുള്ള ലെവലിലേക്കൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ബട്ട് അതായത് ഫെബ്രുവരി 1 മുമ്പ്, അതായത് ബജറ്റിന് മുമ്പ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയ മൊമെൻറ്റത്തിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്നത്തെ ഈ ഒരു ഗ്യാപ് ഡൗണും അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മുകളിലേക്ക് പോകാനുള്ളൊരു പ്രോപ്പർ കണ്ടീഷനിലാണ് മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടുന്ന് ഇത്രയും നല്ലൊരു സെൽ ഓഫും വന്നിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ പ്രീമിയത്തിൽ മൊമെൻറ്റം കിട്ടുള്ളൂ. ആസ് എ ഓപ്ഷൻ ബയർ എനിക്ക് വേണ്ടതും അതാണ്, പ്രീമിയത്തിൽ മൊമെൻറ്റം കിട്ടുക എന്നുള്ളത്. സോ അത് ഞാൻ വാച്ച് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെ മുകളിലായിട്ട് പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടണം എന്നുള്ളതാണ്. സോ 250, 230, 240 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 430 ആൻഡ് 630 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പ്രീമിയത്തിൽ എത്രത്തോളം ഹൈപ്പ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ആൻഡ് നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ഉച്ചവരെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുക. ആൻഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലോവർ ലെവലിലോ അല്ലെങ്കിൽ അപ്പർ ലെവലിലോ വന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റങ്ങൾ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മന്ത്ലി എക്സ്പയറിയാണ്, നല്ല ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ഇവിടെ നിന്ന് മിസ്പ്ലേസ് ആയി വന്നതാണെന്ന് തോന്നുന്നു. സോ എഗെയിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെയാണ്, അതായത് 2300 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവൽ കൂടിയാണ്, 23,200 എന്നുള്ള ഈ ഒരു റേഞ്ച് കൂടിയാണ്. സോ ഈ ഒരു 100 പോയിന്റ്സിൻ്റെ റേഞ്ചിലാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് എക്സ്പയറിയിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് നാളത്തെ ക്ലിയർ ട്രേഡുകൾ നമുക്ക് വരാൻ പോകുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ടാർഗറ്റുകളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 2320 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 22,960 എന്നുള്ള ലെവലാണ്. അതിനും താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 880 എന്നുള്ള ലെവലിനെ കൂടിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കൊക്കെ 350ലേക്കും ആൻഡ് അതുപോലെ തന്നെ 280ലേക്കൊക്കെ ഉള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ ഇതിനകത്ത് എന്ത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുക, 2300ൻ്റെ മുകളിൽ, അതായത് 23,000ൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമുള്ള ലോങ് അൺവൈൻഡിങ്ങുകൾ ഇതുവരെ ഇതിനകത്ത് വന്നിട്ട്, ഷോർട്ട് കവറിങ്ങുകൾ ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഒരു മൊമെൻറ്റം സ്ലോ ആയതുകൊണ്ട് മാത്രമാണ് വരാത്തത്. കാരണം പ്രീമിയത്തിൽ ബഫർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുന്ന് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം മന്ത്ലി എക്സ്പയറിയാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള പിന്നെ ബ്ലാസ്റ്റിംഗ് മൊമെൻറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇഫ് ഇനി എനി ചാൻസ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം സ്റ്റുഡൻസ് ഉണ്ട്, 100+ സ്റ്റുഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് പോസിബിൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. സോ അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,960 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ 23,65 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിന് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ്, 11,895 എന്നുള്ള ലെവലാണ്. ഓൺ ദ ലോവർ സൈഡ് 11,830 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ രണ്ട് റേഞ്ചിനെ എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് താഴെ മുകളിലായിട്ടായിരിക്കും പ്രോപ്പർ ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1667 എന്നുള്ള ലെവലാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലാണ്. ആൻഡ് ICICI ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1240 പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ്. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1230 എന്നുള്ള പോയിന്റാണ്. 1230 ആണ് വാച്ച് ചെയ്യാം. 1230യുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഷോർട്ട് ടൈമിലേക്കുള്ളൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റ് നമുക്ക് അവിടെ പോസിബിൾ ആണ്. സോ ആ ലെവലിനെ വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ 1910 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവലിനെയും താഴത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. അഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ 977 എന്നുള്ള പോയിന്റാണ്. 977ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വീക്ക്നെസ് തന്നെ ഉണ്ടാവും. ബട്ട് 1000ൻ്റെ മുകളിലാണ് ഇതിനൊരു പ്രോപ്പർ പോസിറ്റീവ് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. 1870 എന്നുള്ള ലെവലിൽ ഇൻഫീൽ നമുക്ക് വാച്ച് ചെയ്യാം. TCSലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ബേസായിട്ട് 1075 തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, 4075. ആ ഒരു ലെവലിൻ്റെ പിന്നെ മുകളിലാണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ടു എന്താ പറയുക പോസിറ്റീവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. ബട്ട് ആസ് ഓഫ് നൗ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് 4150 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവലിനെയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. റിലയൻസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1244 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം. അഗെയിൻ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിക്സ് അത്യാവശ്യം നല്ലതുപോലെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇതായതുകൊണ്ടാണ്. ബട്ട് പ്രീമിയം ഡിക്കെയും കാര്യങ്ങളും അതുപോലെ തന്നെ വോൾട്ടാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മുടെ എക്സ്പയറി വരെ ട്രേഡ് ചെയ്യുക. ഓവർ അഗ്രസീവായിട്ട് ക്വാണ്ടിറ്റിന് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്പം മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.